ടൈറ്റങ്ങൾ എൻ്റെ യൂട്യൂബിലൊരു കണ്ടന്റ് കണ്ട ആ സന്തോഷത്തിൽ കയറി വന്നതല്ലേ. ഹായ് ഗൈസ്, അപ്പം ടൈറ്റങ്ങൾ വന്നു. ഞാൻ എണീറ്റിട്ടേ ഉള്ളൂ. എത്ര മണിയായി? 2 മണിയായിട്ടേ ഉള്ളൂ. 1 മണിയായപ്പോൾ എണീറ്റു. 2 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ടൈറ്റങ്ങൾ വന്നേക്കണം. അത് കുഴപ്പമില്ല, ഇതൊരു ശീലമാണ് എല്ലാവർക്കും. പിന്നെ ഞാൻ പറയാൻ വന്നതെന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ വീട് എന്ന് വെച്ചാൽ അമ്മ ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ഹെൽത്തി ഒരു ആളാണ്. അപ്പം പുള്ളിക്കാരി ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പം അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അമ്മയുടെ അമ്മ തന്ന ബ്രേക്ക്ഫാസ്റ്റ്. കോൺ, മുട്ട, ഈന്തപ്പഴം, അവല്, ചായയല്ല കാപ്പിയിൽ പഞ്ചസാര ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ പഞ്ചസാര ഇട്ടേ, അമ്മ പഞ്ചസാര ഇട്ട് തരത്തില്ല. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ടൈറ്റങ്ങളുടെ കൂടെ ചോറുണ്ടായി. അതിന് എനിക്കതൊരു വിഷയമല്ല, കാരണം ഞാൻ നോർമലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. അമ്മ ഇന്നിവിടെ ഉണ്ട്, ഇന്ന് ഞായറാഴ്ച, അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അത് കഴിച്ചിട്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങി. പള്ളിയിൽ പോയില്ല, അപ്പോൾ പള്ളിയിലും പോകണം. നാട്ടിൽ പള്ളിയിൽ പോയിട്ട് കുറേ നാളായി. പോവാം, ഇന്ന് പോവാം. ഞാനിവിടെ കുറേ കളിക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്നത്. ഞാൻ നോക്കുമ്പോൾ ഞാൻ മുന്നേ കളിച്ച ഓരോ ഓർമ്മകൾ എനിക്ക് വരുന്നു. ഞാനൊരു സാധനം കാണിച്ചു തരാം. നേരെ ഉണ്ടായിരുന്നേ, അതിൻ്റെ താഴെ വെച്ച് ഒരു പാമ്പിനെ ഞാൻ ചവിട്ടി. എന്നിട്ട് ഞാൻ നോക്കിയപ്പം നല്ല സുഖമുള്ളൊരു സാധനമേ. എന്നിട്ട് ഞാൻ താഴേക്ക് നോക്കിയപ്പം പാമ്പ്. ഞാൻ അമ്മേന്ന് വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് ഓടി. വീടവിടെ കാണുന്നുണ്ടോ? കാണാൻ പറ്റത്തില്ല, ഇവിടെ മൊത്തൊരു വനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം മാറാലയാണ്, എൻ്റെ മേത്ത് മൊത്തം മാറാലയായി കോപ്പ്. ഞാൻ കുറേ നാളിന് ശേഷം ഇങ്ങോട്ട് ഇപ്പോഴാണ് വരുന്നത്. എൻ്റെ അത്ര ഉള്ളൊരു ചേമ്പ്. ചേമ്പിനാൽ അരയ്ക്കപ്പെട്ട പൈനാപ്പിൾ ചെടികൾ. പണ്ട് ഞാൻ ഇപ്പോഴും വീഴുമായിരുന്നു. ഇങ്ങനെ ഓടി വീഴും, ഞാൻ ഇപ്പോഴും വീഴും. എന്നിട്ട് എനിക്ക് വേണ്ടി ഇവിടെ ഒത്തിരി മുറുകൂട്ടി ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വീഴും, മുറുകൂട്ടി തേക്കും, ഉണങ്ങും, അങ്ങനെയായിരുന്നു. ആർക്കോ വേണ്ടി ഉണ്ടാക്കിയ സ്പ്രിംഗ്ലർ. വാട്ട് ഹാപ്പൻ ടു യു? ഒടിഞ്ഞു പോയി പാവം. That one tree in every household. ആത്തച്ചക്ക. ഇവിടെ ആടും കോഴിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അമ്മയ്ക്കെല്ലാം കൂടി പറ്റുന്നില്ല. അപ്പം ആടിനെയൊക്കെ അങ്കിള് കൊണ്ടുപോയി. എന്നത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ബാമ്പി. ഹായ് ബാമ്പി. ബാമ്പി രാവിലെ കൂട്ടിലും രാത്രി വീട്ടിലുമാണ്. He don't like to stay here, but what can we do? ഗേറ്റ് തുറന്ന പുള്ളിക്കാരൻ ഓടിപ്പോയി പുറത്തുനിന്ന് തന്നെ ഒരു വണ്ടിയുടെ മുന്നിൽ കയറി നിൽക്കും. അമ്മ എവിടെ പോവാ? വീഡിയോ എടുക്കണോണ്ടൊന്നും പറയാത്ത, അല്ലെങ്കിൽ നല്ല ചീത്ത കേട്ടാന്. അയ്യോ,
ഇതാണ് ഇഞ്ചിയുടെ പൂവ്, കണ്ടിട്ടുണ്ടോ? I don't know if these guys are after me or they're like many here. പിന്നാലെ വരുവാണോ? ആണോ? ഓറഞ്ച് പാടത്തേക്കുള്ള വഴി. ബിസി ലൈഫ് ഓഫ് എ റിട്ടയേർഡ് ടീച്ചർ. ഹായ്. ഭയങ്കര പച്ച കളർ, അല്ല പച്ച കളറാണ്, എന്നാലും നല്ലൊരു പച്ചപ്പ്. ആക്ച്വലി ഇതൊന്നും ഞങ്ങളുടെ പാടല്ല കേട്ടോ, ഞങ്ങളുടെ പാടത്തേക്ക് കയറാൻ പോണേ ഉള്ളൂ. അയ്യോ, ഇവിടെ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നൊരു പാടാ. ഇത് പറയോ, ശംഖുപുഷ്പം എന്തോ പേരെന്ന് തോന്നുന്നു. ഇതിങ്ങനെ എടുത്ത് ഇതിനകത്തൊരു പച്ച വള്ളിയുണ്ട്. പണ്ട് സ്കൂളിൽ പോകുമ്പം ആൾക്കാരിങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അയ്യോ കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത് ചെയ്യുന്നത് ഭയങ്കര ക്രെഡിറ്റായിരുന്നു. കുളിച്ചു. 5:30 കുർബാന, 5:25 ഇറങ്ങാം. ഇന്നെന്തോ പരിപാടി ഉണ്ട് പള്ളിയിൽ, എനിക്കറിയണ്ടായില്ല, എന്തോ പെരുന്നാൾ. അപ്പം അത് കാണിക്കാം. ഇത് പെരുന്നാളെന്ന് വെച്ചാൽ കപ്പേണയുടെ പെരുന്നാൾ. ഓക്കെ, 5 മിനിറ്റ് ഉള്ളൂ. നമ്മുടെ പ്രിയങ്കരായ എല്ലാം കഴിഞ്ഞു, വീട്ടിലെത്തി. 5:30 കുർബാനയ്ക്ക് പോയിട്ട് തിരിച്ചെത്തിയത് 7:45 കണ്ടായപ്പോഴാണ്. കുറേ ഉണ്ടായിരുന്നു കുർബാന കുറേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രദക്ഷിണത്തിന് പോയി, അതിൻ്റെയൊക്കെ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു, ഫുഡ് കഴിച്ചു, തിരിച്ചെത്തി. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, കിടക്കണം. കുളിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ശരി, ബൈ. ഞാൻ ആദ്യമായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യണം. ഭാഗ്യത്തിൽ നിന്ന് എന്തൊക്കെയോ ഉണ്ടായിരുന്നു, കുറേ സാധനങ്ങൾ. ഉച്ചയ്ക്ക് എണീറ്റുകൊണ്ട് രാവിലെ ആണെങ്കിൽ ഉച്ചവരെയുള്ള സമയം ലഭിച്ചു. അങ്ങനെ ഇനിയിപ്പം ഒരു 2 മണി വരെ ഇരുന്ന് ഫോൺ നോക്കണം, അത് കഴിഞ്ഞ് കിടക്കണം. അപ്പം അത്രേ ഉള്ളൂ. ബൈ.